നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ചികിത്സാശാസ്ത്രത്തിൽ രോഗം, രോഗകാരണം, ആരോഗ്യം, ആരോഗ്യം നേടാനുള്ള ഉപാധികൾ എന്നിങ്ങനെ 4 ഭാഗങ്ങളുണ്ട്. അതുപോലെയാണ് യോഗദർശനത്തിലും. യോഗദർശനങ്ങളെ അറിയുന്നത് ദുഃഖരഹിതമായ ജീവിതത്തിലേക്കും അലൗകികമായ ആനന്ദത്തിലേക്കും നമ്മെ നയിക്കും. വരും ഭാഗങ്ങളിലൂടെ നമുക്ക് കൂടുതൽ അറിയാം. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ ഇനി നമുക്ക് സന്ധ്യാനാമം കേൾക്കാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം പ്രണതോസ്മി സദാശിവം പ്രണതോസ്മി സദാശിവം. ഭൂശംഭൂ ശിവശംഭൂ സ്വയംഭൂ ഭൂശംഭൂ ശിവശംഭൂ സ്വയംഭൂ ഭൂശംഭൂ ശിവശംഭൂ സ്വരൂപാ ഗമ ഗമ ഭൂതാ പ്രപഞ്ചരഹിതാ നിർഗുണ പരബ്രഹ്മ സ്വരൂപാ ഗമ ഗമ ഭൂതാ പ്രപഞ്ചരഹിതാ നിർഗുണ പരബ്രഹ്മ സ്വരൂപാ ഗമ ഗമ ഭൂതാ പ്രപഞ്ചരഹിതാ നിജ ഗുഹ നിഗീത നിദാന്ത ആനന്ദ നിജ ഗുഹ നിഗീത നിദാനന്ദ അനന്ദ ആനന്ദ അതിശയ അക്ഷയലിംഗ ആനന്ദ അതിശയ അക്ഷയലിംഗ ശംഭോ ശിവശംഭോ സ്വയംഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ. ധിമിത ധിമിത ധിമി ധിമി കിട കിടത്തോ തോം തോം തരി കിട കിടത്തോ ധിമിത ധിമിത ധിമി ധിമി കിട കിടത്തോ തോം തോം ധിമി കിട കിടത്തോ മദംഗ മുനിവര വന്ദിത ഈശാ സർവദിഗംബര വേഷിത വേഷാ നിത്യ നിരഞ്ജന നൃത്യ നടേശ മദംഗ മുനിവര വന്ദിത ഈശ സർവദിഗംബര വേഷിത വേഷ നിത്യ നിരഞ്ജന നൃത്യ നടേശ ഈശ സഭേശ സർവേശ ശംഭോ ശിവശംഭോ സ്വയംഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഗംഗ
ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക ശംഭോ ശിവ ശംഭോ സ്വയംഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ ശിവ ശംഭോ സ്വയംഭോ ശിവ ശംഭോ സ്വയംഭോ. ഇന്നത്തെ കഥയമമയിൽ അക്ഷയ തൃതീയയുടെ കഥകളാണ് വിശദീകരിക്കുന്നത്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3ാമത്തെ തിഥിയാണ്. ഇന്നേ ദിവസമാണ് ഭാരതീയർ അക്ഷയ തൃതീയയായി ആചരിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അക്ഷയ തൃതീയ ആശംസകൾ. അക്ഷയ തൃതീയ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഭാരതീയരിൽ നിന്ന് വിഭിന്നമായി മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു വസ്തുവിലേക്കുള്ള ശ്രദ്ധ വളരെയധികം കൂടുന്നതായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നും തന്നെയല്ല, അക്ഷയ തൃതീയ ദിവസം സ്വർണ്ണാഭരണങ്ങൾ പോലുള്ള വിലപിടിപ്പുള്ള കാര്യങ്ങൾ സ്വന്താക്കുക എന്നുള്ളൊരു പ്രവണത വലിയ തരത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അക്ഷയ തൃതീയയുടെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും വ്യാപാര താല്പര്യങ്ങളുടെയും പുറകിൽ കേരളീയരുൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അക്ഷയ തൃതീയയുടെ മഹത്വം എന്താണ് എന്ന് നമുക്ക് ലഘുവായിട്ടൊന്ന് പരിശോധിക്കാം. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിശേഷിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം, അക്ഷയ തൃതീയ ഏറ്റവും ഔന്നത്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിശേഷപ്പെട്ട ഒരവസരമാണ്. ഇത് കേവലം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസം മാത്രമല്ല. എന്താണ് യഥാർത്ഥത്തിലുള്ള അക്ഷയ തൃതീയയുടെ മഹാത്മ്യം? നിരവധിയായിട്ടുള്ള വിശേഷപ്പെട്ട അവസരങ്ങൾ നടന്ന ദിവസമായിട്ടാണ് അക്ഷയ തൃതീയയെ ഭാരതീയ സങ്കല്പത്തിൽ കണക്കാക്കുന്നത്. അതിലൊന്നാമത്തേത് അക്ഷയ ഫലം ഈ ദിവസം ഉണ്ടാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്ക്, ദാനധർമ്മങ്ങൾക്ക് അക്ഷയമായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ്. ഒരു ദാനം ചെയ്യുമ്പോഴും ഒരു സൽക്രമം ചെയ്യുമ്പോഴും ഒരു തരത്തിലുള്ള ഒരു തിരിച്ച് അതിൽ നിന്ന് എന്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് പരിഗണനാ വിഷയമല്ല. എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അക്ഷയമായിട്ടുള്ള ഫലം ഇന്നേ ദിവസം കിട്ടും എന്നുള്ളതാണ് അക്ഷയ തൃതീയയുടെ മഹാത്മ്യം. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം വ്യാപാര പരസ്യങ്ങളുടെ പുറകെ പോവാതെ സാധിക്കുന്ന അത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വിശേഷിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുക. ഒന്നും ദാനം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഒരാൾക്ക്, ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളമെങ്കിലും കൊടുത്താൽ മതി എന്നാണ് സങ്കല്പം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അക്ഷയഫലം ഇന്നേ ദിവസം ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. 2, ഏതൊരു ശുഭകാര്യവും ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസമാണിന്ന്. ഒരു പുതിയ സംരംഭം തുടങ്ങാനോ, പുതിയൊരു വിദ്യ പഠിക്കാനോ, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റം വരുത്താനോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഏറ്റവും അനുചിതമായിട്ടുള്ള ദിവസമാണ് ഇന്നേ ദിവസം, അക്ഷയ തൃതീയ ദിവസം. ഇനി പുരാണത്തിൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനം ഇന്നേ ദിവസം ഭഗവാൻ നാരായണൻ്റെ പ്രധാനപ്പെട്ട 2 അവതാരങ്ങൾ സംഭവിച്ച ദിവസമായിട്ടാണ് കണക്കാക്കുക. ഒന്ന്, ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയായിട്ട് ദ്വാപരയുഗത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അംശത്തോടു കൂടി സാക്ഷാൽ ആദിശേഷനായിട്ടുള്ള അനന്തൻ ബലരാമസ്വാമിയായിട്ട് അവതരിച്ചത് ഈ അക്ഷയ തൃതീയ ദിവസമാണ് എന്നാണ് സങ്കല്പം. അക്ഷയ തൃതീയ ബലരാമ ജയന്തിയാണ്. 2, കേരളീയരായിട്ടുള്ള മലയാളികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്നത് ഭാർഗവ ക്ഷേത്രമാണ്, പരശുരാമൻ്റെ ഭൂമിയാണ്. അദ്ദേഹമാണ് കടലിൽ നിന്ന് ഈ പ്രദേശത്തെ വീണ്ടെടുത്തത്. അങ്ങനെയുള്ള ഭഗവാൻ നാരായണൻ്റെ തന്നെ അവതാരമായിട്ടുള്ള സാക്ഷാൽ പരശുരാമസ്വാമിയുടെയും അവതാരം ഉണ്ടായിട്ടുള്ളത് ഇതേ അക്ഷയ തൃതീയ ദിവസമാണ്. ശങ്കര ഭഗവത്പാദർ, കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള അദ്വൈതത്തിൻ്റെ പാരമ്പര്യം കേരളത്തെയും ഭാരതത്തെയും പഠിപ്പിച്ച സാക്ഷാൽ ശങ്കര ഭഗവത്പാദർ കനകധാരാ സ്തോത്രം എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ടൊരു സ്തോത്രം രചിച്ചത് ഇന്നേ ദിവസമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 2, മഹാഭാരത രചന തുടങ്ങിയത് ഇന്നേ ദിവസമാണെന്നുള്ളതാണ് അക്ഷയ തൃതീയയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത.
സാക്ഷാൽ വേദവ്യാസ മഹർഷിയും മഹാഗണപതി ഭഗവാനും ചേർന്നിരുന്നുകൊണ്ട് ജയം എന്ന് വെളിപ്പേരുള്ള മഹാഭാരതത്തിന്റെ രചന തുടങ്ങിയത് ഇന്നേ ദിവസമാണ് എന്നാണ് സങ്കല്പം. ഭഗീരഥന്റെ പ്രയത്നപ്രകാരം സാക്ഷാൽ ഗംഗാദേവി ഭൂമിയിലേക്ക് അവതരിച്ചത്, ഗംഗാവതരണം ഉണ്ടായതും ഇന്നേ ദിവസമാണ് എന്നാണ് സങ്കല്പം. നോക്കൂ, എത്ര വിശേഷപ്പെട്ട അവസരങ്ങളാണ് ഒരേ മുഹൂർത്തത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ദിവസം നമുക്ക് ആരെയൊക്കെ സ്മരിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ലഭിക്കുന്നത്. നാരായണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങളായിട്ടുള്ള പരശുരാമസ്വാമിയെ, ഗുരുവായൂരപ്പന്റെ സ്വന്തം ഏട്ടനായിട്ടുള്ള സാക്ഷാൽ ബലരാമസ്വാമിയെ, കേരളത്തിന്റെ സ്വന്തം ആധ്യാത്മിക ആചാര്യൻ സാക്ഷാൽ ശങ്കര ഭഗവത്പാദരെ, ഗംഗാദേവിയെ, മഹാഭാരതത്തെ, വേദവ്യാസ മഹർഷിയെ, ഇവരെ പോലുള്ള പുണ്യാത്മാക്കളെയൊക്കെ സ്മരിക്കേണ്ട ഒരു ദിവസം നമ്മൾ കേവലം കച്ചവട താല്പര്യങ്ങൾക്ക് പുറകിൽ പോയി ഇന്നേ ദിവസം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് മാത്രമാണ് വൈശിഷ്യം എന്ന തരത്തിൽ അക്ഷയ തൃതീയയെ ചെറുതാക്കി കാണുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം ഒരിക്കലും വളർന്നു വന്നുകൂടാ എന്നുള്ളതാണ് എളിയ അഭിപ്രായം. ഇന്ന് സാധിക്കുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുക, സാധിക്കുന്നത്ര ബലരാമസ്വാമിയെ പൂജിക്കുക, സാധിക്കുന്നത്ര സാക്ഷാൽ പരശുരാമസ്വാമിയെ പൂജിക്കുക, പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, ദാഹിക്കുന്ന ആളുകൾക്ക്, വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണവും ജലവും ദാനമായിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന പുണ്യപ്രവർത്തികളുടെ ഫലം അക്ഷയമായി നിലനിൽക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇന്നേ ദിവസം മുതൽ ഇനി വരുന്ന അക്ഷയ തൃതീയ കാലഘട്ടങ്ങൾ ഉൾപ്പെടെ ഒരിക്കലും കച്ചവട താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ആചരണത്തിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ അക്ഷയ തൃതീയയുടെ ആധ്യാത്മികമായിട്ടുള്ള പാരമ്പര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും സ്വയം ആചരിക്കാനും നമുക്ക് ശേഷം വരുന്ന തലമുറയെ അക്ഷയ തൃതീയയുടെ യഥാർത്ഥത്തിലുള്ള മാഹാത്മ്യം പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ കേവലം ആചരണങ്ങളിൽ പെട്ട് മാത്രം വളരുന്നൊരു തലമുറയായി പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ട അവസ്ഥ വരും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ എന്താണ് ഓരോ ആചരണത്തിനും പുറകിലുള്ള പൗരാണികമായിട്ടുള്ള അല്ലെങ്കിൽ വേദപാരമ്പര്യ പ്രകാരമുള്ള യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വളരാൻ എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടം ഏറെ ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് അക്ഷയ തൃതീയയുടെ ഈ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ബലരാമസ്വാമിയും പരശുരാമസ്വാമിയും ഒക്കെ നമസ്കരിച്ചുകൊണ്ട് ശങ്കര ഭഗവത്പാദരെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ അക്ഷയ തൃതീയ ദിവസം സമുചിതമായിട്ട് ആചരിക്കാം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. കിരാതനോട് തോറ്റ അർജുനൻ മണ്ണിൽ ശിവലിംഗം തീർത്ത് ആരാധിച്ചു. രാമേശ്വരത്ത് ചിറകെട്ടാൻ തുടങ്ങുന്നതിന് മുൻപ് രാമൻ ശിവലിംഗം നിർമ്മിച്ചു പൂജിച്ചു. അതായത് യഥാർത്ഥ ഭക്തർക്ക് ഭൂമിയിൽ എവിടെയും ക്ഷേത്രപ്രതീതിയും ഈശ്വര സാന്നിധ്യവും അനുഭവപ്പെടും എന്നർത്ഥം. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കേരളത്തിലെ പ്രമുഖ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രം. എറണാകുളം എന്ന് ഈ ജില്ലയ്ക്ക് പേര് വന്നത് ഇറയനാർ കുളം എന്ന പദത്തിൽ നിന്നാണെന്ന് ചിലർ വാദിക്കുന്നു. ഇറയനാർ എന്ന് തമിഴിൽ വിശേഷിപ്പിക്കുന്നത് ശിവനെയാണ്. അതിനാൽ ശിവന്റെ കുളം സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനം എന്നതിൽ നിന്നാണ് ഇറയനാർ കുളവും കാലാന്തരത്തിൽ എറണാകുളവും ഉണ്ടായതെന്നാണ് വിശ്വാസം. കനിയുക നീ എന്നിൽ കരുണയൊരായിരം കരുണാനിധിയേ പരമ്പൊരുളേ കരുണാനിധിയേ പരമ്പൊരുളേ ചന്ദ്രകലാധരനേ ദേവാ. ഋഷിനാഗക്കുളം എന്നതിൽ നിന്നാണ് എറണാകുളം രൂപപ്പെട്ടത് എന്നാണ് മറ്റൊരു വാദം. ഈ വാദത്തിന് ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യവുമായി ബന്ധമുണ്ട്. ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യം ദ്വാപരയുഗത്തിൽ നിന്നും ആരംഭിക്കുന്നു. അന്ന് ഹിമാലയ സാനുവിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന കുലമുനി തന്റെ യാഗത്തിന് പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാനായി ശിഷ്യന്മാരെ കാട്ടിലേക്ക് അയച്ചു. വഴിക്കുവച്ച് കണ്ട പാമ്പിനെ ദേവലൻ എന്ന ശിഷ്യൻ കൊന്നു. ഇതറിഞ്ഞ മുനി പാമ്പിന്റെ തലയും മനുഷ്യരുടെ ഉടലുമുള്ള ഒരു ജീവിയാകാൻ ശിഷ്യനെ ശപിച്ചു. പിന്നീട് മോക്ഷത്തിനുള്ള ഉപാധിയും പറഞ്ഞുകൊടുത്തു.
കിഴക്കുദിക്കിലൊരിടത്ത് ഒരിലഞ്ഞി മരച്ചുവട്ടിൽ നാഗങ്ങൾ പൂജ ചെയ്യുന്ന ഒരു ശിവലിംഗമുണ്ടെന്നും അത് വാങ്ങി ദക്ഷിണദിക്കു നോക്കി സഞ്ചരിക്കണമെന്നും ഒരു സ്ഥലമെത്തുമ്പോൾ നിലത്തു വച്ച വിഗ്രഹം അവിടെ ഉറച്ചു പോകുമെന്നും അവിടെ വെച്ച് ശാപമോക്ഷം സിദ്ധിക്കുമെന്നുമായിരുന്നു ഗുരുവചനം. ഗുരുവിന്റെ ഉപദേശപ്രകാരം ദേവലൻ എന്ന നാഗഋഷി ശിവലിംഗവുമായി പുറപ്പെട്ടു. എറണാകുളത്തെത്തിയപ്പോൾ ഒരു കുളം കണ്ട് സമീപത്ത് വിഗ്രഹം വച്ച് കുളത്തിലിറങ്ങി കുളിച്ചു. എന്നിട്ട് പൂജ തുടങ്ങി. വിചിത്രമായ ജീവിയെ കണ്ട് ജനങ്ങൾ ഉപദ്രവിച്ചോടിക്കാൻ നോക്കി. എന്നാൽ വിഗ്രഹം അവിടെ ഉറച്ചുപോയതിനാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ആ ശിവലിംഗത്തിനു മുന്നിൽ പ്രണമിച്ചു കിടന്ന ദേവലന് അന്നേരം ശാപമോക്ഷമുണ്ടായി. നാട്ടുകാർ നാട്ടിൽ പ്രമാണിയായിരുന്ന തൂശത്ത് കൈമളെ വിവരമറിയിക്കുകയും അദ്ദേഹം എത്തി വിവരങ്ങൾ അന്വേഷിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. അതത്രേ എറണാകുളത്തപ്പൻ ക്ഷേത്രം. പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെങ്കിലും നാഗഋഷിയുടെ പേരിലാണ് എറണാകുളത്തപ്പൻ എന്ന് പറഞ്ഞ ആ പേര് അറിയപ്പെടുന്നത്. എറണാകുളത്തപ്പൻ്റെ ഈ ശരിക്കുള്ളത് കിരാതമൂർത്തിയാണ്. കിരാതമൂർത്തിയുടെ അവതാരമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ക്ഷേത്രത്തിന് സമീപമുള്ള കുളം അന്നു മുതൽ ഋഷിനാഗക്കുളമെന്നും ക്ഷേത്രപ്രതിഷ്ഠ ഋഷിനാഗക്കുളത്തപ്പനെന്നും അറിയപ്പെടാനിടയായതും അങ്ങനെയാണ്. എറണാകുളം എന്ന വ്യാവസായിക നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രസിദ്ധമായ മഹാരാജാസ് കോളേജിനും നിരവധി സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇടയിലായി ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലും കമനീയമായ ഗോപുരങ്ങൾ കാണാം. കായൽക്കരയിലൂടെ മറൈൻ ഡ്രൈവിലേക്ക് നീളുന്ന റോഡിന് വലതുവശത്തായി കാണുന്ന കവാടം കടന്ന് ഏകദേശം 100 മീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്താം. ഇത് കടന്നാൽ ആനക്കൊട്ടിലായി. അതിനുമപ്പുറം സ്വർണ്ണക്കൊടിമരം. കൊടിമരം പിന്നിട്ടാൽ ബലിക്കൽപുരയിലെ സാമാന്യം വലിപ്പമുള്ള ബലിക്കല്ല്. എറണാകുളത്തെ ഏറ്റവും വിശേഷമായിട്ടുള്ള വഴിപാട് എന്താ വെച്ചാൽ ജലധാരയാണ്. ഇവിടെ സ്വയംഭൂ പ്രതിഷ്ഠയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം ജലധാര. അഭിഷേകപ്രിയനായിട്ടുള്ള ഭഗവാനാണ് ഇവിടെ. അത്രയും വിശേഷമാണ് ജലധാര. ജലധാരയേക്കാൾ കൂടുതൽ വിശേഷമായിട്ട് ഇവിടെ ഒന്നും അനുഭവത്തിൽ കാണാനില്ല. രാവിലെ 5 മണിക്ക് 1000 കുടം എന്നും എല്ലാ ദിവസവും ഈ ഉത്സവകാലങ്ങളിൽ 8 ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ 1000 കുടം. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ 1000 കുടം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഈ എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രം. അത് 1000 കുടം വലിയ ചെറിയ കലശക്കൂടത്തിലല്ല, വലിയ കലശക്കൂടത്തിൽ ഇവിടുത്തെ കിണറിൽ നിന്ന് എല്ലാം മുക്കി കോരി കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യണം അതിൻ്റെ പതിവ്. ഇവിടെ എറണാകുളത്തെ ഏറ്റവും പിന്നെ ആയുസ്സിനാണ് ഏറ്റവും പ്രധാനം കാണുന്നത്. എന്താ വെച്ചാൽ എള്ളോളം ആയുസ്സുണ്ടെങ്കിൽ എറണാകുളത്തപ്പം കാക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സങ്കല്പം. ഏതാണ്ട് 2 ഏക്കർ വിസ്തൃതി മാത്രമേ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ളൂവെങ്കിലും ഒരു മഹാക്ഷേത്രത്തിനു വേണ്ട എല്ലാ ഘടകങ്ങളും അതിനകത്തുണ്ട്. വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ച അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം കാണാം. അല്പം മാറി നാഗദേവ പ്രതിഷ്ഠകളാണ്. ക്ഷേത്രമതിലിന് പുറത്ത് ദേവൻ ആറാട്ട് നടത്തുന്ന ഋഷിനാഗക്കുളം കാണാം. ക്ഷേത്രത്തിന്റെ കിഴക്കേ നട അടഞ്ഞാണ് കാണപ്പെടുക. ആദ്യകാലത്ത് ദേവൻ കിഴക്ക് ദർശനമായാണ് കുടികൊണ്ടതെന്നും ഉഗ്രമൂർത്തിയായ ഭഗവാന്റെ ദർശനത്താൽ ആ ഭാഗത്ത് അനിഷ്ടങ്ങൾ ഉണ്ടായതിനാൽ വില്ലുമംഗലം സ്വാമിയാർ ദിശ മാറ്റി പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നുമാണ് വിശ്വാസം. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം മറ്റ് 2 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. ക്ഷേത്രമതിലിന് പുറത്ത് കൊച്ചിയിലെ തമിഴ് ബ്രാഹ്മണ സമൂഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് പഴയ കൊച്ചി ദിവാൻ വെങ്കടസ്വാമി പണികഴിപ്പിച്ചു കൊടുത്ത വള്ളി ദേവയാനി സമേതനായ സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലമാണ് ഒന്ന്. കിഴക്കേ ഗോപുരത്തിന് പുറത്ത് വടക്കുമാറി കർണാടക ശൈലിയിൽ പണിതിരിക്കുന്ന ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് മറ്റൊന്ന്.
സാമാന്യം വലിപ്പമുള്ള വട്ടശ്രീ കോവിലാണ് എറണാകുളത്തപ്പൻ്റേത്. ഇത് കരിങ്കല്ലിൽ തീർത്തതും ചെമ്പുമേഞ്ഞതുമാണ്. അതിനുള്ളിൽ 2.5 അടിയോളം ഉയരമുള്ള ശിവലിംഗമാണ് പ്രതിഷ്ഠ. പ്രധാന ശ്രീകോവിലിന്റെ നേർ വടക്ക് കിരാതമൂർത്തി കുടികൊള്ളുന്നു. ഗണപതിയും സുബ്രഹ്മണ്യനുമാണ് മറ്റുപദേവതമാർ. സ്ഥലപരിമിതിക്കുള്ളിലും നാലമ്പലവും നമസ്കാര മണ്ഡപവും സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. മകരമാസത്തിലെ തിരുവാതിര നാൾ ആറാട്ടു വരും വിധം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടത്തുക. പഞ്ചവാദ്യം, പാണ്ടിമേളം, കുടമാറ്റം, എഴുന്നള്ളത്ത് എന്നിങ്ങനെയുള്ള ചടങ്ങുകൾ ഉത്സവത്തെ മനോഹരവും ഭക്തി നിർഭരവുമാക്കുന്നു. ഉത്സവത്തിന് മുളയിട്ടുള്ള 8 ദിവസത്തെ ഉത്സവമാണ്. അതിനു മുമ്പ് ഉത്സവത്തിന് 3 ദിവസം മുമ്പ് കലശത്തിൻ്റെ ശുദ്ധിയായിട്ടുള്ള കലശത്തിൻ്റെ ചടങ്ങ് തുടങ്ങി ബ്രഹ്മകലശത്തോടുകൂടി ബിംബത്തിനെ ശുദ്ധിയാക്കി ഉത്സവത്തിൻ്റെ ചടങ്ങ് ആരംഭിക്കുന്നതാണ്. ഈ ഉത്സവത്തിന് പുറമെ ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും എറണാകുളത്തപ്പൻ്റെ ആഘോഷ ദിനങ്ങളാണ്. തിരക്കേറിയ കൊച്ചി നഗരത്തിന്റെ നിലയ്ക്കാത്ത ചലനങ്ങളുടെയും ശബ്ദഘോഷത്തിന്റെയും നടുവിലും ശാന്തവും സ്വസ്ഥവുമായ ആരാധനയ്ക്ക് അവസരമൊരുക്കിക്കൊണ്ട് നിലകൊള്ളുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എറണാകുളത്തപ്പന്റെ തിരുസന്നിധി. ഈ മതിലകത്തെത്തിയാൽ വിസ്തൃതമായ കായൽ പരപ്പ് പോലെ മനസ്സ് ശാന്തമായി തീരും. പഞ്ചാക്ഷരിയുടെ കല്ലോലങ്ങൾ മാത്രം ഇളകിക്കൊണ്ടിരിക്കും. ഭക്തിയുടെ കുളിർമയുള്ള പ്രണവമന്ത്ര സമന്വിതമായ പഞ്ചാക്ഷരി. ഓം നമഃശിവായ. ചില മോശപ്പെട്ട ശീലങ്ങളും വികാരങ്ങളും ഇല്ലാതായെന്ന് തോന്നിയാലും അതിനെ ഉണർത്തുന്ന സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.